പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച വളരെയേറെ പോരിശകൾ നിറഞ്ഞതാണ്, ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇജാബത്ത് നൽകും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ, പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അഥവാ വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഇജാബത്ത് നൽകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു മസല പഠിപ്പിച്ചു തരാം. പല ഉമ്മമാരും തെറ്റിദ്ധരിച്ച ഒരു മസലയാണ്. ഇനി ഈ മസലയെ കുറിച്ച് ഒരു സംശയവും നമ്മളെ ക്ലാസ് കേൾക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. മസല ഇതാണ്: വെള്ളിയാഴ്ച ദിവസം സഹോദരിമാർ എപ്പോഴാണ് ളുഹ്ർ നിസ്കരിക്കേണ്ടത്? വെള്ളിയാഴ്ച ദിവസം സഹോദരിമാർ ജുമുഅക്ക് പോകേണ്ടതുണ്ടോ? ഇത് പല സഹോദരിമാരുടെയും സംശയമാണ്. ആദ്യമായി പറയട്ടെ, സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, ഇസ്ലാം അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാൻ പാടില്ല. സ്ത്രീകൾ എപ്പോഴാണ് ളുഹ്ർ നിസ്കരിക്കേണ്ടത്? സ്ത്രീകൾ വെള്ളിയാഴ്ച സമയമായാൽ ളുഹ്ർ നിസ്കരിക്കുക. പുരുഷന്മാരുടെ ജുമുഅ കഴിയാൻ കാത്തു നിൽക്കണോ? പള്ളിയിലെ ഖുതുബ കഴിയാൻ കാത്തു നിൽക്കണോ? വേണ്ടതില്ല. സാധാരണ മറ്റുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? ളുഹ്ർ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാറില്ലേ? സമയമായാൽ നിസ്കരിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നിങ്ങളെ വീട്ടിൽ വെച്ചാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നിങ്ങൾ പള്ളിയിലേക്ക് ജുമുഅക്ക് ജമാഅത്തിന് പോകാൻ പാടില്ല. വബുയൂതുന്ന ഖൈറുൽ ലഹുന്ന. സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ ഉള്ളാണ് ഉത്തമമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ സഹാബിമാരുടെ ഭാര്യമാരോ പള്ളിയിലേക്ക് പോയിട്ടില്ല നിസ്കരിക്കാൻ വേണ്ടി, ജുമുഅ ജമാഅത്തിന് വേണ്ടി. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കണ്ട. നിങ്ങൾ വീട്ടിൽ തന്നെ വെള്ളിയാഴ്ച ളുഹ്ർ നിസ്കരിക്കുക. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? സമയമായാൽ ഉടൻ നിസ്കരിക്കുക. പുരുഷന്മാരുടെ ജുമുഅ കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. അങ്ങനെ ചില ഉമ്മമാര് ചെയ്യാറുണ്ട്. അത് തനിച്ച അബദ്ധമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൂട്ടോ, ജുമുഅ നിർബന്ധമല്ല എന്നുള്ളൂട്ടോ. അതിന്റെ അർത്ഥം അൽകഫ് ഓതണ്ട, മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട എന്നല്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അൽകഫ് സൂറത്ത് വീട്ടിലിരുന്ന് ഓതണം, ധാരാളം സ്വലാത്തുകൾ ചെല്ലണം, ധാരാളം ദിക്റുകൾ ചെല്ലണം, സൂറത്ത് യാസീൻ ഓതണം, സൂറത്ത് ദുഹാൻ ഓതണം, ആലിമ്രാൻ സൂറത്ത് ഓതണം. അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പള്ളിയിലേക്ക് നമ്മൾ ജുമുഅ ജമാഅത്തിന് പോകണ്ട. അങ്ങനെ ഒരു കൽപ്പന സഹോദരിമാർക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ദിവസമാണ്. ഹബീബായ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രാർത്ഥനക്ക് പ്രത്യേകം ഇജാബത്ത് നൽകുമെന്നുള്ളത്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ അശ്രദ്ധയിൽ പെടാതെ, വിനോദങ്ങളിൽ ഏർപ്പെടാതെ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്താൻ ശ്രമിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ
പ്രാർത്ഥന പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കാൻ, പെട്ടെന്ന് നമ്മൾക്ക് ഇജാബത്ത് നൽകാൻ ആരിഫീങ്ങൾ പഠിപ്പിച്ച ഒരു അമല് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് കഴിയുന്ന ആളുകളൊക്കെ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആദ്യം നമ്മൾ ആത്മാർത്ഥമായി ഉളു എടുക്കണം. ഉളു വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയുടെ മുമ്പ് നമ്മൾ ഉളു എടുക്കണം. അത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ്. അതിനുശേഷം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു സൂറത്ത് ഓതണം. ഏതാണ് സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹ. അത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. 5 നേരങ്ങളിൽ നമ്മൾ നിസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ വെള്ളിയാഴ്ച ദിവസം ഒരു 11 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിന്റെ കണക്ക് മറക്കരുത് കേട്ടോ, 11 പ്രാവശ്യം. അതിനുശേഷം ആയത്തുൽ കുർസി അറിയാത്തവരുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറയാണ്. ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയാണ്. അത് മഹത്തായ ആയത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ കാവലാണത്രേ ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി 11 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് അറിയാത്തവരുണ്ടോ? 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവനും ഖത്തം തീർത്ത പ്രതിഫലം അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസും 11 പ്രാവശ്യം പാരായണം ചെയ്യുക. ശരിക്കും മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് എന്താ? സൂറത്തുൽ ഫാത്തിഹ പ്രാവശ്യം, അതിനുശേഷം ആയത്തുൽ കുർസി 3 പ്രാവശ്യം, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകും. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു സൂറത്ത് 21 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ബയ്യിന. മദ്രസയിലൊക്കെ കുട്ടികൾക്ക് കാണാതെ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ബയ്യിന. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഇങ്ങനെ തുടങ്ങിയ സൂറത്താണ്. അത് അവസാനം വരെ 21 പ്രാവശ്യം പാരായണം ചെയ്യുക. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യാണ്, അള്ളാഹു സ്വീകരിക്കാണ്. ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കാണ്. ആദ്യം സൂറത്തുൽ ഫാത്തിഹ 11, ആയത്തുൽ കുർസി 11, സൂറത്തുൽ ഇഖ്ലാസ് 11, അതിനുശേഷം ദുആ ചെയ്യുക. പ്രാർത്ഥനയുടെ ശേഷം സൂറത്തുൽ ബയ്യിന 21 പ്രാവശ്യം പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രാർത്ഥനക്ക് ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പലരും ആ മര്യാദകൾ ശ്രദ്ധിക്കാറില്ല. എങ്ങനെയെങ്കിലും ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ചിലപ്പോൾ ഇജാബത്ത് നൽകുകയില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ശരിക്ക് ആത്മാർത്ഥതയോടുകൂടെ നാം ഒന്ന് ഉളു എടുക്കേണ്ടതുണ്ട്. ഉളു വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഒരു മുസ്ലിം എപ്പോഴും ഉളൂയിലായിരിക്കണമെന്നാണ്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അങ്ങനെയായിരുന്നു സഹാബത്തെ കിറാം. ഉളൂയിലായി നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണവേദന കുറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സലഫു സാലിഹീങ്ങൾ, മദ്ഹബിന്റെ ഇമാമിയങ്ങളൊക്കെ എപ്പോഴും ഉളൂയിലായിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രമേ ഉളു ഉണ്ടാക്കുള്ളൂ. പറ്റൂല, അത് പോരാ. എപ്പോഴും ഉളു ഉണ്ടാക്കണം. യാത്ര പോകുമ്പോൾ ഉളു ഉണ്ടാക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉളു ഉണ്ടാക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു ഉണ്ടാക്കണം. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ഉളു എടുത്തു കഴിഞ്ഞാൽ അത് വലിയ കാവലാണത്രേ. രാവിലെ വരെ മലക്കുകൾ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉളു എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നല്ല ആത്മാർത്ഥതയോടുകൂടെ എന്ത് ചെയ്യുക? ഉളു ഉണ്ടാക്കുക. അതിനുശേഷം ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മറ്റൊരു മര്യാദയാണ്. എങ്ങോട്ട് തിരിയാനും പറ്റും, പക്ഷേ കിബിലയിലേക്ക് തിരിയുക എന്നുള്ളത് പ്രത്യേക മര്യാദയായി മഹാന്മാര് ആരിഫീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹംദ് പറയണം. നമുക്ക് അറിയുന്ന ഹംദ് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതറിയാത്തവരായ ആരെങ്കിലും ഉണ്ടോ? ഈ ഹംദെങ്കിലും നമ്മൾ പറയാ. അതിനുശേഷം ഒരു സ്വലാത്ത് ചൊല്ലണം. നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചെല്ലാം. സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാം. ഫാത്തിമിയ സ്വലാത്ത് വളരെ സിമ്പിളായ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു 3 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ
അർഹമർറാഹിമീൻ എന്ന് 3 പ്രാവശ്യം പറയുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തണം. ചിലർ ഭയങ്കര പിഷ്കത്തരം കാണിക്കും കൈ ഉയർത്താൻ വേണ്ടിയിട്ട്. കൈ മടിയിൽ വെക്കുന്ന ആളുകളുണ്ട്, കൈ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ പിടിക്കുന്ന ആളുകളുണ്ട്. കൈ ഇങ്ങനെ ആത്മാർത്ഥമായി അള്ളാന്റെ മുമ്പിലേക്ക് ഉയർത്തണം പ്രിയമുള്ളവരെ. എന്നാലേ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അഹങ്കാരം പറ്റൂല. ചില അഹങ്കാരികൾക്ക് കൈ ഉയർത്താൻ മടിയായിരിക്കും. പ്രാർത്ഥിക്കുമ്പോൾ കൈ താത്തിരുന്നാണ്. ചിലപ്പോൾ മടിയിൽ വെക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ കയ്യിന് ഒരു വേദന ഉണ്ടാവില്ല, ഒരു കടച്ചിലും ഉണ്ടാവില്ല, എന്നാലും കൈ വെക്കൂല. അത് അഹങ്കാരികളുടെ അടയാളമാണ്. റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തണം. ഇത് പ്രാർത്ഥനയുടെ മര്യാദയായി മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിനയത്തോടെ അള്ളഹാനോട് ചോദിക്കണം. ഞാൻ താജൂസ്കരിച്ചുക്കണു, എന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടല്ല. ഞാൻ യാസീൻ ഓതിക്കണു, എന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടല്ല. അങ്ങനെ അഹങ്കാരത്തോടെ പറയാൻ പറ്റൂല. വിനയത്തോടെ പറയണം, റബ്ബേ ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, ഞാൻ നിന്റെ പാവപ്പെട്ട അടിയാറാണ് റബ്ബേ എന്ന് വിനയത്തോടെ പറഞ്ഞിട്ട് റബ്ബിനോട് പറയുമ്പോഴാണ് അള്ളാഹു നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുള്ളൂ. നമുക്ക് അഹങ്കരിക്കാൻ എന്താ അവകാശമുള്ളത്? അഹങ്കരിക്കാൻ അവകാശമുള്ളവൻ അല്ല മാത്രമേ ഉള്ളൂ. അപ്പൊ വിനയത്തോടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തണം. അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഖൽബിൽ ഉറപ്പ് വേണം. ഞാനിത് ചൊല്ലി ചോദിച്ചാൽ എന്റെ റബ്ബ് എനിക്ക് നൽകും. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കൈ ഉയർത്തിയാൽ അള്ളാഹു എനിക്ക് നൽകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾക്ക് ഉണ്ടാകണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കും, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അല്ല പറഞ്ഞുകൊടു ഖുർആനിലൂടെ. നമുക്ക് ഒഴിവില്ല, നമുക്ക് സമയമില്ല, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഇന്ന് എല്ലാ കാര്യം അള്ളാഹു ചെയ്തു തരുമാണെന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. നമ്മളെ കാര്യം നടക്കണമെങ്കിൽ അല്ല പറഞ്ഞുകൊടു, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കും, ചോദിക്കാൻ സമയം കണ്ടെത്തി എന്നോട് ചോദിക്കും, എന്നാൽ അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇത് പടച്ച റബ്ബിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു കരാറ് ലംഘിക്കാത്തവനാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ മര്യാദ അനുസരിച്ച് നമ്മൾ ദുആ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നല്ല ഉറപ്പോടെ റബ്ബിനോട് ചോദിക്കണം. ചോദിച്ചാൽ എന്റെ റബ്ബ് നൽകുമെന്നുള്ളത്. അതുപോലെ തന്നെ ആവർത്തിച്ച് ദുആ ചെയ്യണം. ഒരു പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ അള്ളാഹിനോട് ഒരു വട്ടം ചോദിച്ചു എന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ല, വീണ്ടും ചോദിക്കുക. ഒരു നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്തു, പിന്നെ അടുത്ത നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക, അടുത്ത വെള്ളിയാഴ്ച ദുആ ചെയ്യുക, പിന്നെ അടുത്ത വെള്ളിയാഴ്ച ദുആ ചെയ്യുക, പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്യുക. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചാൽ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത സ്നേഹം ഉണ്ടാവും. നമ്മൾ അഹങ്കാരമില്ലാത്തൊരു അടയാളാണ് ആവർത്തിച്ച് അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത്. നാട്ടുകാരോടല്ല, ജനങ്ങളോടല്ല, അള്ളാഹിനോട് ചോദിക്കേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ മുഖമൊന്ന് തടവണം. വലിയ ബറക്കത്താണെന്ന് ആരിഫീങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞാൽ മുഖമൊന്ന് തടവുക. മാത്രമല്ല, അറിയുന്ന ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലണം പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് പറയണം. ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് യാ അർഹമർ റാഹിമീൻ എന്ന് 3 വട്ടം പറയണം. ദുആ ചെയ്തതിനു ശേഷം യാ അർഹമർ റാഹിമീൻ എന്ന് 3 വട്ടം പറയണം. സ്വലാത്തും ചൊല്ലണം. ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. വെള്ളിയാഴ്ച ഇത് ചെയ്യുന്ന ആളുകൾ അസർ നിസ്കാരത്തിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷം വലിയ ശ്രേഷ്ഠതയുള്ള സമയമായി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത് വെള്ളിയാഴ്ചയും ചെയ്യാം, ശനിയാഴ്ചയും ചെയ്യാം, തിങ്കളാഴ്ചയും ചെയ്യാം. വെള്ളിയാഴ്ച ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഞങ്ങളെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റി തരണേ റബ്ബേ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.